തിരുവനന്തപുരത്താണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടുറപ്പിക്കാൻ വാഗ്ദാന തട്ടിപ്പ് CPM നടത്തിയെന്നുള്ള വാർത്ത ഈ മണിക്കൂറിൽ നമുക്ക് ലഭിക്കുന്നത്. സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ പേരിലാണ് ജനങ്ങളെ കബളിപ്പിക്കുന്നത്. ഈ വെള്ളാർ വാർഡ് കൗൺസിലർക്കെതിരെ BJP പരാതിയും നൽകിയിട്ടുണ്ട് എന്നുള്ള അപ്ഡേറ്റ് ആണ് നമുക്ക് ഈ മണിക്കൂറിൽ ലഭിക്കുന്നത്. എന്താണ് പരാതിക്ക് ആധാരം, എന്താണ് സംഭവിച്ചത്, ഏത് രീതിയിലുള്ള തട്ടിപ്പാണ് ഇവർ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ശ്രീനന്ദ SP ഉണ്ട്. ശ്രീനന്ദ, ഏത് രീതിയിലുള്ള തട്ടിപ്പാണ് ഇവർ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ പദ്ധതിയിട്ടത്? എന്തൊക്കെ കാര്യങ്ങൾ BJPയുടെ പരാതിയിലുണ്ട്? രാഖി, വികസനങ്ങളൊന്നും തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ പുതിയ തട്ടിപ്പ് രീതിയുമായിട്ടാണ് ഇപ്പോൾ CPM രംഗത്തെത്തിയിരിക്കുന്നത്. വാർഡ് പിടിക്കാനും തിരഞ്ഞെടുപ്പിന്റെ നഗരസഭ പിടിക്കാനും ഒക്കെയുള്ള തട്ടിപ്പിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സാധാരണ സ്ത്രീകളെ, സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് ഈ സ്ത്രീകൾക്കുള്ള ഈ ഒരു സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്നത്. ആ ഒരു പദ്ധതിയുടെ പേരിലാണ് ഇപ്പോൾ വാഗ്ദാനം നൽകിക്കൊണ്ട് ഈ ഒരു തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നുമുള്ളൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. ബേബി എന്ന് പറയുന്ന വിളപ്പിശാല പഞ്ചായത്തിലെ വെള്ളാർ വാർഡിലെ സ്ഥാനാർത്ഥിയാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയതെന്നാണ് BJP ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത്. ഇവർ പറയുന്നത് ഈ ഒരു കുടുംബശ്രീ അതുപോലെ തന്നെ തൊഴിലുറപ്പ് എന്നീ മേഖലകളിലൊക്കെ ഉള്ള സാധാരണ സ്ത്രീകളിൽ നിന്നും 1000 രൂപ 35-നും 70-നും വയസ്സിലുള്ള സ്ത്രീകൾക്കുള്ളിലുള്ള സ്ത്രീകളെയാണ് ഇവർ ഈ തട്ടിപ്പിന് ഇരയാക്കാനായി ഉദ്ദേശിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അവരിൽ നിന്നും പ്രതിമാസം 1000 രൂപ ധനസഹായം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. കാരണം ഈ പഞ്ചായത്തിൽ CPMന്റെ അധികാരം വന്നാൽ മാത്രമേ സർക്കാരിൻ്റെ ഫണ്ട് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഫണ്ട് സാധാരണ ആൾക്കാർക്ക് കിട്ടണമെങ്കിൽ ഇവിടുത്തെ പഞ്ചായത്തിൽ, വെള്ളാർ പഞ്ചായത്തിൽ CPM ഭരിക്കണം എന്നുള്ളൊരു കർശനമായൊരു നിർദ്ദേശമാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടൊരു വാഗ്ദാനം നൽകിക്കൊണ്ടാണ് ഈ ഒരു തട്ടിപ്പ് ഈ ഒരു സ്ഥാനാർത്ഥി നടത്തിയിരിക്കുന്നത്. 1000 രൂപ പ്രതിമാസം ധനസഹായം ലഭിക്കും. പക്ഷേ ഈ ധനസഹായം ലഭിക്കണമെങ്കിൽ ഈ പഞ്ചായത്തിൽ CPM ഭരിച്ചേ മതിയാകൂ. എന്നാൽ മാത്രമേ ഈ ഒരു ധനസഹായം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയൂ എന്നുള്ളൊരു കാര്യമാണ് ഈ കുടുംബശ്രീ അതുപോലുള്ള തൊഴിലുറപ്പ് മേഖലകളിലെ സ്ത്രീകളോട്, സാധാരണ വീട്ടിൽ നിൽക്കുന്ന സാധാരണയായ സ്ത്രീകളോടാണ് ഇത്തരത്തിലൊരു വഞ്ചനാപൂർവമായൊരു സമീപനം CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു സ്ഥാനാർത്ഥിക്കെതിരെയാണ് BJP ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അഴിമതിക്കെതിരെ BJP പോരാട്ടം തുടരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സ്ഥാനാർത്ഥിയായ ബേബിക്കെതിരെയുള്ള ഒരു പ്രതിഷേധം BJP അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ സാധാരണ ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു പ്രവണത ഒരു സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത് എന്നൊരു കാര്യം കൂടി BJP പറയുന്നുണ്ട്. എത്രത്തോളം ഒരു സ്ഥാനാർത്ഥിക്ക് വിജയസാധ്യതയുള്ള മേഖലയാണെങ്കിൽ കൂടി ഇത്തരത്തിൽ ആവശ്യമില്ലാത്ത ഒരു ഫേക്ക് ആയിട്ടുള്ളൊരു വാഗ്ദാനം സാധാരണ ജനങ്ങൾക്ക് നൽകുന്നത് കൊണ്ട് അവിടെ നിന്ന് ഒരു സ്ഥാനാർത്ഥിയും ജയിച്ചു പോകുന്നതിനേക്കാൾ ആ ഒരു വഞ്ചനയിലാണ് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കേണ്ടത്. ഈ ഒരു വഞ്ചന നടത്തുന്നതിനെതിരെ BJP ശക്തമായി പോരാടുമെന്നൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. സർക്കാരിൻ്റെ ഈ ഒരു സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ പേരിലാണ് ഇത്തരത്തിലൊരു വഞ്ചനാപൂർവമായ പ്രവൃത്തി CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വെള്ളാർ വാർഡിൻ്റെ ഒരു കാര്യം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. മറ്റുള്ള വാർഡിലൊക്കെ ഇത് എന്തൊക്കെയാണ് CPM പറഞ്ഞു വരുത്തുന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വിശദീകരണം ഒന്നും തന്നെ നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. എത്രത്തോളം മനുഷ്യരെയാണ് ഇവർ വഞ്ചിക്കുന്നത് എന്നതിൽ കൂടെയുള്ള തെളിവ് കൂടിയാണ് ഇപ്പോൾ ഈ പുറത്തു വരുന്ന ഈ ഒരു തട്ടിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1000 രൂപ പ്രതിമാസം ധനസഹായം നൽകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു വഞ്ചന നടത്തിയിരിക്കുന്നത്. CPMന്റെ ഒരു സ്ഥാനാർത്ഥി ഒരു ജനപ്രതിനിധിയാണ്. ആ ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ സാധാരണ ജനങ്ങളെ വഞ്ചിക്കുന്ന തരത്തിലുള്ളൊരു സമീപനം ഉണ്ടാകുന്നത് ഒരിക്കലും നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നതല്ല എന്നാണ് BJPയുടെ നിലപാടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. തട്ടിപ്പിന്റെ പേരിൽ തിരുവനന്തപുരം വെള്ളാർ വാർഡ് കൗൺസിലർക്കെതിരെയാണ് BJP പരാതി നൽകിയിരിക്കുന്നത്. ശ്രീനന്ദ SP ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.